ഇന്നലെ ഞാൻ വരുന്ന വഴി ഇവരെല്ലാവരും കൂടി എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തിച്ചു. കാര്യം എന്താണെന്നൊന്നും എനക്കാദ്യം മനസ്സിലായിട്ടില്ല. പിന്നെയാ ഇവരെ കയ്യിലുള്ള ഈ ജ്യൂസ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജെൻസികളെല്ലാവരും കൂടി തുടങ്ങിയ ഇവരുടെ ചെറിയൊരു സ്റ്റാർട്ടപ്പാണ് ഇതെന്ന്. പക്ഷെ പിന്നെയാ മനസ്സിലായേ ഇവരും എന്നെ പോലെ അതിലെ പോയ യാത്രക്കാരാണ്. സംഭവം ഈ ചെറിയ മക്കളെ നടത്തുന്ന ചെറിയൊരു കച്ചവടമായിരുന്നു ജ്യൂസിന്റെ. അതിനെ നമ്മുടെ കണ്ണൂരേക്ക് വന്ന ഈ കാസർഗോഡുകാര് നല്ല എഫേർട്ട് ഇട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല ഗായ്സ്, ഇത് നമ്മുടെ ഹനാനാണ്. ഹനാൻ ചേട്ടൻ വലിയൊരു ഫാനാണ്. ഹനാൻ ചേട്ടൻ കാണുന്ന കൊണ്ടിട്ട് ഇവിടെ ജ്യൂസ് വിട്ട് നിൽക്കാണ്. മാഷാഅല്ലാഹ്, നല്ല ജ്യൂസാണ്. ജ്യൂസിന്റെ നമ്മളെ കമ്പനീന്റെ പേര് ഇതാണ്. എന്താണ്? ഉദ്ഘാടനം നമ്മുടെ ടീച്ചർ ചെയ്തതാണ്. ഇപ്പൊ ശരിക്കും ഉണ്ടല്ലോ, ഇവരുടെ ഈ എഫേർട്ടും ഇവരുടെ ആവേശമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവരെ തന്നെ ഷോപ്പാണ്. 1 മണിക്കൂർ കൊണ്ടാണ് ഈ ബോക്സ് മുഴുവൻ കാലിയാക്കി കൊടുത്തത്. ഈ ഷോപ്പ് തുടങ്ങിയത് എന്തിനാ? നമ്മളിപ്പോ തുടങ്ങിയാലേ പൈസ കിട്ടില്ല. പൈസ കിട്ടിട്ടോ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. വീട്ടിൽ കൊണ്ടുപോയി സ്കൂൾ തുറക്കാനാവുമ്പോ നമ്മളെ സാധനം മേടിക്കാൻ, ബാഗ്, ബുക്ക് എല്ലാം മേടിക്കാനുള്ള സാധനങ്ങൾക്ക് അമ്മക്ക് പൈസ കൊടുക്കും. അതെ, അപ്പൊ നല്ല മക്കള്, നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതാണല്ലേ. അപ്പൊ വീട്ടുകാരെ സഹായിക്കുന്ന നല്ല മക്കളാന്നല്ലേ നിങ്ങള്? ഓക്കെ. ശരിക്കും ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഇവരുടെ മനസ്സിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവരെ മാത്രമല്ല, അങ്ങ് കാസർഗോഡ് നിന്ന് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാനെത്തിയ നമ്മളുടെ കാസർഗോഡുകാരും പൊളിയാണ്.